സ്നേഹമുള്ളവരെ, ഇന്ന് സ്ലിഹാകാലത്തിലെ 5ാമത്തെ ഞായറാഴ്ചയാണ്. തിരുസഭ മാതാവ് നമ്മൾ ചിന്തിക്കാൻ നൽകുന്ന തിരുവചന ഭാഗം മത്തായിയുടെ സുവിശേഷത്തിലെ 10ാം അധ്യായത്തിലെ 16 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങളാണ്. പീഡകൾ ഉണ്ടാകുമെന്ന് ശിഷ്യന്മാരെ യേശുനാഥൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം നിർഭയം സാക്ഷ്യം വഹിക്കണമെന്നും ശിഷ്യന്മാരെ ഓർമ്മപ്പെടുന്ന സംഭവമാണ് നാം കാണുക. തിരുവചനം തുടങ്ങുന്ന പ്രകാരമാണ്: ചെന്നായ്ക്കളിടയിലേക്ക് കുഞ്ഞാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നതിനാൽ നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കുമെന്ന്. ഒരിക്കൽ ഒരു സെമിനാരി വൊക്കേഷന് വേണ്ടി കുട്ടികളെ സെലക്ഷന് വേണ്ടി വിളിച്ചപ്പോൾ പലവിധ കോൺഗ്രിഗേഷനുള്ള അച്ഛന്മാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. വന്നച്ഛന്മാർ പലവിധ മോഹന വാഗ്ദാനങ്ങളും സെമിനാരിയിലേക്ക് ചേരാൻ വന്ന മക്കൾക്ക്, സെലക്ഷന് വേണ്ടി വന്ന മക്കൾക്ക് കൊടുക്കുകയായിരുന്നു. ചില വൈദികർ പറഞ്ഞു, ഞങ്ങൾക്ക് വലിയ വലിയ സ്ഥലങ്ങൾ, പ്രവർത്തന മേഖല ജർമ്മനിയിലുണ്ട്, ഇറ്റലിയിലുണ്ട്, ഫ്രാൻസിലുണ്ട്. ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റി കോളേജുകളും മറ്റും, അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് സ്കൂളുകളും ഒപ്പം തന്നെ ആസ്പത്രികളും മറ്റുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഭാവിയിൽ വൈദികരായി കഴിഞ്ഞാൽ ഇവിടെ പലർക്കും സേവനം ചെയ്യാൻ പറ്റും, ശുശ്രൂഷ ചെയ്യാൻ പറ്റുമെന്ന വാഗ്ദാനം കൊടുത്തപ്പോൾ ഒരു കോൺഗ്രിഗേഷനിലെ വൈദികൻ പ്രകാരം പറയായിരുന്നു: പ്രിയ കുട്ടികളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞങ്ങളുടെ കോൺഗ്രിഗേഷനിൽ ചേർന്ന് കഴിഞ്ഞാൽ ഈശോയെ കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ആ യേശുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം പൂർണ്ണമായും വ്യയം ചെയ്യുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും യേശുവിന്റെ സുവിശേഷം പ്രഘോഷിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ നിങ്ങളുടെ പേരൊക്കെ എഴുതപ്പെടും എന്ന് വ്യക്തമായിട്ട് അവരോട് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ അനുയായിയാകാൻ വിളിക്കപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുന്ന ഭാഗം ഇപ്രകാരമാണ്: ചെന്നായ്ക്കളിടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നുള്ളതാണ്. പീഡനങ്ങൾ സഹനമുണ്ടാകും. നിങ്ങളൊക്കെ ഒരുപക്ഷെ ന്യായാധിപ സംഘത്തിന്റെ മുമ്പാകെ നിർത്തപ്പെടും. പല കാരണത്താൽ യേശുവിന് വേണ്ടി ജീവിതം വ്യയം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവരെയൊക്കെ എന്ത് പറയണമെന്നോ എങ്ങനെ പറയണമെന്നോ നിങ്ങൾ ആകുലരാകേണ്ട. യഥാസമയം കർത്താവിന്റെ ആത്മാവ് എന്താണ് പറയേണ്ടതെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുമെന്ന് ഓർമ്മപ്പെടുമ്പോൾ ഒരു ക്രിസ്തു ശിഷ്യനെ ദൈവം തീർച്ചയായിട്ടും കരങ്ങളിൽ താങ്ങും എന്ന് വ്യക്തമാക്കുകയാണ്. യേശുവിന് വേണ്ടി തങ്ങളുടെ ജീവിതങ്ങൾ ചെലവഴിച്ച മഹത് വ്യക്തികളെ നമുക്കറിയാം. സ്റ്റാൻ സ്വാമിയും ഗ്രഹാം സ്റ്റെയിനും ഫാദർ അരുൾദാസും മാക്സിമിലിയൻ കോൾബേയും അതോടൊപ്പം തന്നെ റാണി മരിയയുടെ ജീവിതം നമുക്ക് മനസ്സിലാക്കി തരുന്ന ചില സംഭവങ്ങളുണ്ട്. അതായത് സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കണമെന്നും വേണ്ടി വന്ന രക്തസാക്ഷിയാകാൻ നമ്മൾ ജീവിതം വ്യയം ചെയ്യണമെന്നും വ്യക്തമാക്കുകയാണ്. ദ ഫേസ് ഓഫ് ദ ഫേസ്ലെസ് എന്ന റാണി മരിയയെ പറ്റിയുള്ള ചിത്രത്തിൽ നാം കാണുകയുണ്ടായി, നാം കേൾക്കുകയുണ്ടായി. ആശ്ചര്യ ഗ്രാമത്തിനെ സമുദ്ധരിക്കാൻ വേണ്ടി, ഉത്ഥാനത്തിന് വേണ്ടി തന്റെ ജീവിതം മുഴുവനും ചെലവഴിക്കാൻ ശ്രമിച്ച ആ റാണി മരിയയുടെ ജീവിതത്തിൽ അവസാനം രക്തസാക്ഷിയാകേണ്ട അവിടുത്തെ വലിയ കുടുംബ ശ്രേഷ്ഠന്മാരുടെ കയ്യിൽ നിന്നും പീഡനങ്ങളും സഹനങ്ങളും സഹിക്കേണ്ടി വന്ന അവസാനം രക്തസാക്ഷിയാകേണ്ട ഒരു അവസ്ഥയും കൂടി റാണി മരിയയ്ക്ക് നേടേണ്ടി വന്നു. പ്രകാരം കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുന്നവർക്ക് എല്ലാം ഇതുപോലുള്ള സഹനങ്ങളെ നേടേണ്ടി വരും. അവരെയെല്ലാം ഭയപ്പെടാതെ സാക്ഷ്യം വഹിക്കുന്ന ദിവ്യനാഥൻ ഓർമ്മപ്പെടുത്തുമ്പോൾ നാഥന്റെ പ്രകാരം പറയാണ്: നിങ്ങളുടെ തലയിലെ ഒരു മുടി 4 പോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന്. നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലപ്പെട്ടവരാണല്ലോ എന്ന്. ദൈവം സ്വന്തം ഛായയിൽ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് മനുഷ്യ സൃഷ്ടികളായ നാം ഓരോരുത്തരും. അതെ, അങ്ങനെയാണെങ്കിൽ ഈ വയലിൽ ലില്ലികളെയും ഒപ്പം തന്നെ ആകാശത്തിലെ പക്ഷികളെയും അണിയിച്ചൊരുക്കുകയും തെറ്റിപ്പോറ്റുന്ന ദിവ്യനാഥൻ അതിനേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് മനുഷ്യജീവിതം. നമ്മെ തീർച്ചയായും കാത്തുരക്ഷിക്കും. സഹനങ്ങളും പീഡനങ്ങളും ഉണ്ടാകുമ്പോൾ അവരെയൊന്നും പരാജയപ്പെടാതെ, ഭയപ്പെടാതെ യേശുവിന് സാക്ഷ്യം വഹിക്കുന്ന വ്യക്തികളായി തീരുവാൻ ശ്രമിക്കാം. യജമാനനേക്കാൾ വലിയവനല്ല ശിഷ്യൻ, ഗുരുവിനേക്കാൾ വലിയവനല്ല ശിഷ്യൻ എന്ന് യേശുനാഥൻ ഓർമ്മപ്പെടുമ്പോൾ യേശു നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് നമുക്ക് രക്ഷ നേടിത്തന്ന പോലെ ആ യേശുവിന്റെ ശിഷ്യരായ നമുക്കെല്ലാവർക്കും സഹനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് രക്ഷ പകർന്നു കൊടുക്കുവാനും ദൈവരാജ്യം പരത്തുവാനും അങ്ങനെ യഥാർത്ഥ ക്രിസ്തുവിന്റെ അനുയായികളായി തീരുമാനം വേണ്ട സഭയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കാം. യേശു തമ്പുരാൻ നമ്മെല്ലാവരെയും ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ.